ഒരുപാട് DVD ആയിക്കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു വന്നിട്ട് പലപ്പോഴും നമുക്ക് വന്നിട്ട് കാണാൻ പറ്റുന്ന സിനിമകൾ പലർക്കും കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആലോചിച്ചു നമ്മളൊരു ഫെസ്റ്റിവൽ നടത്തി കളയാം. എൻ്റെ കയ്യിൽ അത്രത്തോളം DVD ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2005 അങ്ങനെ ഒരെണ്ണം അനൗൺസ് ചെയ്തു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സിനിമ കാണുന്ന ഒരു 10 ദിവസം. മനസ്സിലായില്ലേ? നമ്മളങ്ങ് ത്രില്ലടിച്ചു ശരിക്കും. പല ഇൻ്റർനാഷണൽ ആൾക്കാരെ കാണുന്നു, ചർച്ച ചെയ്യുന്നു. ഒന്ന് ആലോചിക്കുക. തിലേട്ടൻ അതിനകത്ത് ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും ഈ മറ്റേ പ്രശ്നം നമ്മളവിടെ സംസാരിക്കരുത്. മീഡിയ മുഴുവൻ വന്നു. പുള്ളിയോട് ചോദിച്ചു, പുള്ളി പറഞ്ഞു ഇത് അതിൻ്റെ വേദിയല്ല. ഇറ്റ് വാസ് എൻ അൺഫോർച്ചുനേറ്റ് ആക്ച്വലി ആ ഇൻസിഡൻറ്റ്. കാരണം ഒരു കലാകാരനോട് അങ്ങനെ ഒരു ഫേസ് ചെയ്യാൻ പാടില്ല. എന്നെ ഒറ്റപ്പെടുത്തുക എന്ന് പറയുന്നതിനകത്തേക്ക് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തവനല്ല. ഈ ദൃശ്യഭാഷ സാക്ഷരത ഇന്നല്ലെങ്കിലും നാളെ ഇതിവിടെ റൂൾ ചെയ്യും, ഇതിവിടെ വരും. അതിനകത്തൊന്നും ഒരു വിഷയമില്ല. ഇറ്റ്സ് ഓൺലി ക്വസ്റ്റൻ ഓഫ് ടൈം ആക്ച്വലി. അത്രേ ഉള്ളൂ. യുനോ വൺ തിങ്, 2015 വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്ത ഏതാണെന്നറിയാം? ദാറ്റ് ടിയേഴ്സ് ഓഫ് ഹാപ്പിനെസ് ഇല്ലേ, അതാണ് ആ ഇമോജി. യെസ്, രണ്ട് തുള്ളി ഇങ്ങനെ വന്നിട്ട് അതായിരുന്നു ദ വേർഡ് ഓഫ് ദ ഇയർ 2015. പ്രതിപക്ഷം ഒരു മനുഷ്യനല്ല. പ്രതിപക്ഷം എന്ന് പറയുന്നത് അത് ഒരു വിഭാഗം ആൾക്കാരാണ്. ഒരു വിഭാഗം ആൾക്കാർ ശക്തമായിട്ട് നിന്നാൽ മാത്രമാണ് അത് പ്രതിപക്ഷമായിട്ട് നിൽക്കുകയുള്ളൂ. തന്നെത്താനെ വീക്ക് നേതാക്കൾ മാറി നല്ല നേതാക്കന്മാരുടെ മുമ്പിലേക്ക് ആയിപ്പെടും. തന്നെത്താനെ ഫോഴ്സ്ഫുള്ളായിട്ട് വരും. അങ്ങനെ എമർജ് ചെയ്യപ്പെടും. അത് എപ്പോഴാണ് എമർജ് ചെയ്യപ്പെടുന്നത്? വെൻ ദാറ്റ് ബാക്കിൽ നിന്നുള്ള പുഷ് ഭയങ്കരമായിട്ട് വന്ന. ഒരുപാട് ടൈപ്പ് ഓഫ് ഫിലിം ഫെസ്റ്റിവലുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടല്ലോ. അതായത് മൺസൂൺ ഫിലിം ഫെസ്റ്റിവൽ, അറേബ്യൻ ഫ്രെയിം ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയം 78. 1978 ആദ്യമായിട്ട് ഇന്ത്യൻ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഉണ്ടല്ലോ, IFFK മദ്രാസിൽ വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു അതാദ്യമേ അതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്നതിനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നത്. അതാണ് എൻ്റെ ആദ്യമായിട്ട് ഫിലിം ഫെസ്റ്റിവൽ കാണാനുള്ള എനിക്ക് കിട്ടിയ അവസരം. ഞാൻ ഭയങ്കര ത്രില്ല. അത് 4 വർഷത്തിലിടയ്ക്കലേ ഉള്ളൂ. ഈ 78 കഴിഞ്ഞാൽ പിന്നെ 82 ഭയങ്കര ടെൻഷനായിരുന്നു ശരിക്കും. കാരണം ഇതെന്താ എല്ലാ വർഷവും ഇല്ലാത്തതെന്നുള്ളൊരു ഭയങ്കര ത്രില്ലായി പോവാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സിനിമ കാണുന്ന ഒരു 10 ദിവസം. മനസ്സിലായില്ലേ? നമ്മളങ്ങ് ത്രില്ലടിച്ചു ശരിക്കും. പല ഇൻ്റർനാഷണൽ ആൾക്കാരെ കാണുന്നു, ചർച്ച ചെയ്യുന്നു. ഒന്ന് ആലോചിക്കുക. ഇങ്ങനെ സിനിമകൾ കാണാൻ അപ്പം അന്ന് നമ്മൾ അലയൻസ് ഫ്രാൻസിസിൽ പോകണമായിരുന്നു. വന്നിട്ട് മറ്റേ ജർമ്മൻ ഗൊത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ ഇപ്പം, അന്ന് അതിന് വേറൊരു പേരായിരുന്നു. അവിടെ പോവുക, ബ്രിട്ടീഷ് എംബസിയിൽ ഉണ്ടാവുമായിരുന്നു സ്ക്രീനിങ്, അമേരിക്കൻ എംബസിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടാവുമായിരുന്നു. അങ്ങനെ പിന്നെ സൊസൈറ്റികളിൽ അങ്ങനെ പോയി സിനിമയാണ് ഫുൾ ടൈം. അങ്ങനെ ഒരു ഇതായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് കണ്ടിരുന്ന MGR സിനിമകളാണ്. എല്ലാ ദിവസവും തിയേറ്റർ കുറവാന്ന് വിചാരിച്ചിരുന്നാണ് ഞാൻ സിനിമ കാണാനായിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടിയപ്പോൾ അതിൽ പിന്നെ ഞാൻ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് മാറി. ഇഷ്ടംപോലെ വേൾഡ് സിനിമകൾ കാണാൻ കിട്ടുന്ന ഒരു അവസരം അതാണല്ലോ. അങ്ങനെ എല്ലാ ഫെസ്റ്റിവലുകളും ഞാൻ മിക്കവാറും ഫെസ്റ്റിവൽ ബേർഡായിട്ട് മാറിയായിരുന്നു. അങ്ങനെ കണ്ട് അപ്പോൾ DVD കിട്ടാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ കയ്യിൽ ഒരുപാട് DVD ആയിക്കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു വന്നിട്ട് പലപ്പോഴും നമുക്ക് വന്നിട്ട് കാണാൻ പറ്റുന്ന സിനിമകൾ പലർക്കും കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആലോചിച്ചു നമ്മളൊരു ഫെസ്റ്റിവൽ നടത്തി കളയാം. എൻ്റെ കയ്യിൽ അത്രത്തോളം DVD ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2005 അങ്ങനെ ഒരെണ്ണം അനൗൺസ് ചെയ്തു. ഞാൻ തന്നെ ആയിട്ട് ക്യൂറേറ്റ് ചെയ്ത്. നമുക്കറിയാമല്ലോ ഈ സിനിമകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഫുൾ ടൈം സിനിമയുടെ പുസ്തകം വായിക്കുകയും ബാക്കിയുള്ള സമയങ്ങൾ മുഴുവനും ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നടക്കണേ. ഈ സിനിമ കാണുന്നത് തന്നെയാണ് എൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ അതിനത്രയും DVD വന്നപ്പോൾ എനിക്ക് വന്ന് മാസ്റ്റേഴ്സ് സിനിമകളെ എങ്ങനെയൊക്കെ സ്ഥലം തിരിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നി. നമ്മളിതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ഞാൻ ഈ പോകുന്ന ഫെസ്റ്റിവലിലെല്ലാം വന്ന് ഞാൻ അതിൻ്റെ ഒരു ആൾക്കാരായിട്ട് കോർഡിനേറ്റ് ചെയ്യാനും അവിടെയുള്ള മീഡിയക്കാരെ മറ്റുള്ളവരെ പരിചയപ്പെടുത്താനും ഒക്കെ ആയിട്ട് ഞാൻ
നിൽക്കുന്ന ഒരു സമയമാണ്. അവിടെ പ്രശ്നങ്ങളിടയിൽ അവർ സമരം ചെയ്യുക, മുംബൈ കലാപത്തിനെതിരെയൊക്കെ വന്നിട്ട് അന്ന് സമരം. ആ സമയത്ത് നമ്മൾ ഈ പ്രേംചന്ദൊക്കെ ആയിട്ട് ചെന്നിട്ട് ദീദിയൊക്കെ ഇന്ന് ഞങ്ങളിവിടെ പറഞ്ഞിട്ട് നമ്മളൊരു ഭയങ്കര പ്രൊസഷനൊക്കെ ഇവിടെ ഓർഗനൈസ് ചെയ്തതാണ് ഡൽഹിയിൽ. അതേപോലെ തന്നെ ഒരു ഫോറിൻ ലേഡി റേപ്പ് ചെയ്യപ്പെട്ടതിനെതിരെ അന്ന് നമ്മൾ വലിയൊരു കലാപം ഉണ്ടാക്കിയതാണ് ഫെസ്റ്റിവലിൽ. അത് ദീദിയായിരുന്നു. ദീദി എൻ്റെ അടുത്തൊന്ന് പറയത്. അപ്പോൾ ഞാനപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അത് നമ്മൾ പ്രതികരിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ഞങ്ങൾ പോസ്റ്റർ ഉണ്ടാക്കി ഒട്ടിച്ച്, പിന്നെ എനിക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആൾക്കാരും ഒക്കെ ആയിട്ട് ഞാൻ എപ്പോഴും എല്ലാവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നായിരുന്നു. അപ്പോൾ എല്ലാവരെയും ഞാൻ വിളിച്ച് ഞാൻ ഓർഗനൈസ് ചെയ്ത് ഭയങ്കര പ്രൊട്ടസ്റ്റ് നമ്മളവിടെ ചെയ്ത്. ക്യാമ്പസുകളിൽ ഫെസ്റ്റ് നടത്തിയിരുന്നല്ലോ, 60 ക്യാമ്പസുകളിൽ 60 സിനിമകൾ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലേ? അത് 2007 എന്ന് പറഞ്ഞാൽ അത് 60ഓളം 2047 60-ാം വർഷം ആഘോഷിക്കുക ഇന്ത്യൻ സ്വാതന്ത്ര്യ ഇതിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മളന്ന് മലയാള സിനിമ ഒരു ഡൗൺ പീരീഡാണ്. ആ പീരീഡ് യഥാർത്ഥത്തിൽ ഒരു ഡൗണൊക്കെ ആയിട്ട് നിൽക്കണം. നല്ല സിനിമകൾ, മലയാള സിനിമകൾ അന്ന് ജനങ്ങളിലേക്ക് എത്തിയിരുന്നില്ല. പാരലൽ സിനിമകൾ, മീഡിയ നല്ല ഒരു കുറച്ച് ക്വാളിറ്റിയുള്ള സിനിമകൾ എത്തിയിരുന്ന സിനിമകളും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അന്ന് നമ്മളൊരു പ്രോജക്റ്റ് ഇട്ടു. പിന്നെ ഇവരായിരുന്നു, ഫെഡറൽ ബാങ്കായിരുന്നു അതിൻ്റെ സ്പോൺസർ ചെയ്തത്. ഞാൻ ലാലിനെയും മമ്മൂട്ടിയും കണ്ടു. മമ്മൂട്ടിയായിരുന്നു അതിന് മുമ്പ് നമ്മുടെ ഫെസ്റ്റിവലെല്ലാം വന്നിട്ട് പാറ്റേണായിട്ട് നിന്നിരുന്നത്, അതിന് മുമ്പല്ല. അപ്പോൾ ഞാൻ മമ്മൂട്ടിയോട് പറഞ്ഞ് അതിൻ്റെ ലാലിനെയും പോയിട്ട് വിളിച്ചു. അങ്ങനെ ഇതിനകത്ത് തന്നെ സഹകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ലാലും മമ്മൂട്ടിയും തയ്യാറായി. അവരതിൻ്റെ പാറ്റേണായിട്ട് നിന്ന് അങ്ങനെ ഞാനിതിനെ ഒന്ന് ലോഞ്ച് ചെയ്യും. അപ്പോൾ അതിന് 60 സിനിമകൾ, മലയാള സിനിമകൾ, മലയാളം മൂവി മഹാമേള എന്ന് പറഞ്ഞ പേരിലായിരുന്നത്. 60 ക്യാമ്പസിൽ 2007 തൊട്ട് 2008 വരെയുള്ള കാലഘട്ടം. 2008 വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് കോഴിക്കോടായിരുന്നു ക്ലോസിങ്, മെഡിക്കൽ കോളേജിൽ. തിരുവനന്തപുരം വുമൻസ് കോളേജിലായിരുന്നു ഓപ്പണിങ്. അവിടെ അത് തന്മാത്ര എന്ന് പറഞ്ഞ സിനിമ കാണിച്ചുകൊണ്ടായിരുന്നു നമ്മൾ തുടങ്ങിയത്. അന്ന് മോഹൻലാലുണ്ടായിരുന്നു. അന്ന് അമ്മയുടെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു മറ്റേ നെടുമുടി വേണു എൻ്റെ അടുത്ത് നല്ല കൂട്ടുകാരനായിരുന്നു. വേണു ഞാൻ അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ വേണുവിനെ എനിക്കറിയാമായിരുന്നു. കാരണം ഞാൻ ആ സമയത്ത് അരവിന്ദേട്ടൻ്റെ അസോസിയേറ്റ് ആയിരുന്ന പത്മകുമാറുമായിട്ട് വന്നിട്ട് എനിക്ക് ഭയങ്കര കൂട്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കാലത്ത് ഇവരൊക്കെ എൻ്റെ ഭാഗമായിരുന്നു. പപ്പേട്ടനായിട്ടും അരവിന്ദേട്ടനായിട്ടും ഒക്കെ ആയിട്ട് ഞാൻ ഇവരെയൊക്കെ വന്നിട്ട് രേവശയെ കൊണ്ട് ആക്കുക, ഭരതേട്ടനെ കൊണ്ട് കിടക്കുക ഒക്കെ വണ്ടി ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് ഈസി. ഞാൻ ഇവരുടെയൊക്കെ ഒരു ഡ്രൈവർ പോലെയായിരുന്നു, എൻ്റെ വണ്ടിയെടുത്ത് അങ്ങനെ. പക്ഷേ ഞാൻ പെട്ടെന്ന് തമിഴ് പടം ആയതിന് ശേഷം ഞാൻ ഇവരിൽ നിന്നൊക്കെ വിട്ട് ഞാൻ തമിഴ് പടത്തിൻ്റെ ഇതിലേക്കാണ് പോയത്. ഇവിടെ എല്ലാം റിലീസിന് ശേഷം കുറേ വർഷം ഇവരൊക്കെ ആയിട്ട് ബന്ധമുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഓളത്തിലങ്ങ് പോകുമായിരുന്നല്ലോ. അപ്പോൾ ഞാനപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വന്നത്, അപ്പോൾ അങ്ങനെ വേണു വന്നു. ഞങ്ങൾ ഇവിടെയാണ് വിമൻസ് കോളേജിൽ. അത് ഭയങ്കര പ്രോഗ്രാമായിരുന്നു. അന്നത്തെ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജ് ഈ ഫോട്ടോ ആയിരുന്നു ഞങ്ങളുടെ ഫെസ്റ്റിവലിന്. അന്ന് അക്കാഡമിക്കിലെ ഒരേ ഫെസ്റ്റിവലിൽ അത്രയും ഫ്രണ്ട് പേജ് കിട്ടിയിട്ടില്ല. കാരണം അത് അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അങ്ങനത്തെ ഒരു ഭയങ്കര ജനമായിരുന്നു. 14,000 പേര് ആ ഹാള് കംപ്ലീറ്റ് ആയിട്ട് പെണ്ണുങ്ങൾ മാത്രം നിൽക്കുന്ന ഒരു ഇതായ ഭയങ്കരമായിട്ട് ഹിറ്റായി. അത് ഭയങ്കര ചർച്ചയും കാര്യമൊക്കെ ആയിട്ട്. ഈവൻ ഇവിടത്തെയും വന്നിട്ടുള്ള കാലിക്കറ്റ് അവസാനിക്കുന്നതും ഭയങ്കര മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസ് ഭയങ്കരമായിട്ട് അവരുടെ സ്റ്റുഡൻസ് യൂണിയൻ നന്നായിട്ട് നിന്നു, സപ്പോർട്ട് ചെയ്തു. വലിയ സ്റ്റേജ് ഇട്ടിട്ടായിരുന്നു മമ്മൂട്ടിയുടെ വരവ്. മമ്മൂട്ടിയുടെ സിനിമകൾ മുഴുവനും അവിടെ മുഴുവനും കാണിക്കുകയും അതിനകത്ത് 2-3 ഉണ്ടല്ലോ, മറ്റേ ദന്തൽ കോളേജ്, അതിൻ്റെ യൂണിവേഴ്സിറ്റി എല്ലായിടത്തും നമ്മൾ സ്ക്രീൻ ചെയ്തതിൻ്റെ അവസാന ദിവസം അതെല്ലാം ക്ലോസ് ചെയ്യുന്നത്. രഞ്ജൻ പ്രമോദൊക്കെ ഉണ്ടായിരുന്നു. 50th തിലകനായിരുന്നു. 50th ഹോമിയോ കോളേജ് മുകളിലുള്ള 7ാം നിലയിലായിരുന്നു. അന്ന് തനിയെന്ന് പറഞ്ഞൊരു പടമായിരുന്നു തിലകൻ്റെ. അന്ന് തിലകൻ്റെ ഈ വിഷയം അവിടെ അമ്മയിൽ ഇങ്ങനെ രൂക്ഷമായി നിൽക്കുന്ന സമയം. നമ്മുടെ അതിനകത്തേക്ക് ഞാൻ അന്ന് ഇവരോട് പറഞ്ഞു, ഐ ഹാവ് ടു കോൾ തിലകൻ, ബിക്കോസ് നമ്മളത് സിനിമേനെ കാണിക്കാനും സിനിമയിലെ ഒരു പ്രതിഭയാണ്, അതിനെ മാറ്റാൻ പറ്റില്ല. തിലകനോട് പോയി ഞാൻ പറഞ്ഞു, തിലകന് ഞാനുമായിട്ട് അല്ലാതെയും ബന്ധമുണ്ട്. തിലകൻ്റെ എൻ്റെ മദറിൻ്റെ പേഷ്യൻ്റായിരുന്നു, തൃപ്പൂണിത്തുറയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തിലകന് അതിനകത്ത് ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ഈ മറ്റേ പ്രശ്നം നമ്മളവിടെ സംസാരിക്കരുത്. മീഡിയ മുഴുവൻ വന്നു. പുള്ളിയോട് ചോദിച്ചു, പുള്ളി പറഞ്ഞു
ഇതതിൻ്റെ വേദിയല്ല എന്ന്. അതെ. പുള്ളി വളരെ എനിക്ക് ഭയങ്കര പുള്ളി വളരെ വ്യക്തിത്വമുള്ളൊരു മനുഷ്യനാണ്, വളരെ വ്യക്തിത്വമുള്ളൊരു മനുഷ്യനാണ്. ഇറ്റ് വാസ് എൻ അൺഫോർച്ചുനേറ്റ് ആക്ച്വലി ആ ഇൻസിഡൻറ്റ്. കാരണം ഒരു കലാകാരനോട് അങ്ങനെ ഒരു ഫേസ് ചെയ്യാൻ പാടില്ല. എന്നെ ഒറ്റപ്പെടുത്തുക എന്ന് പറയുന്നതിനകത്തേക്ക് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തവനല്ല. കാരണങ്ങളെന്തും ഉണ്ടായിക്കോട്ടെ, അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ ഫീൽ ചെയ്തതാണ്. കാരണം അദ്ദേഹം നല്ലൊരു പ്രതിഭ തന്നെയാണ്, ബാക്കി എന്തും ആയിക്കോട്ടെ വന്നിട്ട്. അപ്പോൾ അത് ശരിക്കും അദ്ദേഹത്തിനെ വേദനിപ്പിച്ചിരുന്നൊരു സമയമായിരുന്നു അദ്ദേഹം. പക്ഷെ ആ സമയത്ത് അല്ലാത്ത പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഈ പറയുന്ന വിഷയങ്ങളൊന്നുമില്ല, നമുക്ക് നന്നായിട്ടറിയാം. അന്ന് ആരും എൻ്റെ അടുത്തൊന്നും പറഞ്ഞൊന്നുമില്ല. ആ കാര്യത്തിനകത്തേക്കൊക്കെ വന്നിട്ട് ഒരു പ്രശ്നവും എനിക്കുണ്ടായില്ല. തിലകനെ വിളിച്ചു എന്നുള്ളതിന് എൻ്റെ അടുത്ത് ലാലോ മമ്മൂട്ടി ഒന്നും അതിനോട് വഴക്ക്. അവരായിരുന്നല്ലോ പാറ്റേൺ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർക്ക് പാടില്ല എന്നൊക്കെ പറയാം, ഒന്നും വേണ്ടിയിട്ടില്ല, രക്ഷണം വേണ്ടില്ല. കാരണം അത് അങ്ങനെയല്ല. ഞാൻ അവരോട് പറഞ്ഞു അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. മമ്മൂട്ടിയോട് എനിക്ക് പറയാൻ പറ്റുള്ളൂ, ഞാൻ പറയാനുള്ള എനിക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. കൂടുതൽ അടുപ്പം അന്ന് മമ്മൂട്ടിയോടായിരുന്നു. കാരണം ഞങ്ങൾ ഒരുമിച്ച് കുറേ നാൾ താമസിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു എപ്പോഴും. അങ്ങനെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് നമ്മൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഇതിൻ്റെ ഉദ്ദേശം വന്നിട്ടുള്ളത് മലയാള സിനിമ മഹാമേള എന്ന് പറയുന്നതാണ്. നമ്മൾ നല്ല സിനിമകളെ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. അപ്പോൾ തനിയെ കാണിക്കേണ്ടത് ഒരു ആവശ്യമാണ്. അത് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് ഈ കാര്യത്തിനകത്തേക്ക് കംപ്ലീറ്റ് ഇൻഡസ്ട്രി എനിക്ക് സഹകരിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ഇൻഡസ്ട്രി എന്നോട് സഹകരിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ചെയ്ത മറ്റൊരു ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ട് പീസ് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ചെയ്തായിരുന്നു. പിന്നെ ഞാൻ ലോഹിദാസ് ഫെസ്റ്റിവൽ ചെയ്തിട്ടുണ്ട്, ഭരതൻ ഫെസ്റ്റിവൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ അങ്ങനെ ഓരോ നെയിം ചെയ്തിട്ട് പിന്നീട് ഞാൻ കൊച്ചി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഞാൻ ഇതിന് കയറിയപ്പോൾ അക്കാഡമിയിലെ മെമ്പറായപ്പോൾ ഞാൻ എൻ്റെ ഫെസ്റ്റിവൽ നിർത്തി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനിടയിൽ ചെയ്തത് കൊച്ചി ഗവൺമെന്റിന് വേണ്ടിയിട്ട് കൊച്ചി ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഞാൻ ഓർഗനൈസ് ചെയ്തു. മക്ബൽ ബഫിനെ കൊണ്ടുവന്നത്. അപ്പോഴത്തേക്കും ഞാൻ ഒന്ന് വളർന്നു. സ്വന്തമായിട്ട് ഈക്വൽ അയ്യപ്പൊക്കെ ഈക്വലായിട്ട് ഒരെണ്ണക്ക് ചെയ്ത് നമ്മൾ. അല്ലാതെ കഴിഞ്ഞിട്ട് പിന്നെ അവർ തുടർന്ന് നടത്താനായിട്ട് സമ്മതിച്ചില്ല പല കാര്യങ്ങളും കൊണ്ട്. അത് മക്ബൽ ബഫൊക്കെ വന്നിട്ട് ഭയങ്കര സപ്പോർട്ട് വന്ന് ഭയങ്കര സംഭവമായിട്ട് മാറി. ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലേക്ക് മാറിയത് വന്നിട്ട് ഈ കൊച്ചി മെട്രോ വരുമ്പോഴാണ്. അപ്പോൾ അതിനുള്ളിൽ ഞാൻ മോഹൻലാലുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ലിറ്റിൽ മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം മേക്കർ, ഇപ്പോൾ ഈ ബേസിലേക്ക് അതിൻ്റെ ഗ്രൂപ്പിലുള്ള അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കുന്ന അന്നത്തെ പ്രമുഖരായിട്ടുള്ള കുറച്ച് ഷോർട്ട് ഫിലിം മേക്കേഴ്സ് ഒരു കൂട്ടായ്മ കൂടിയായിരുന്നു. അവരെ വിളിച്ചിരുന്നത് ലിറ്റിൽ മാസ്റ്റേഴ്സ് എന്നായിരുന്നു. അവരുടെ ഒരു ക്രിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ ഒന്ന് അംബാസഡറായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊരു ദിവസം പറഞ്ഞു നമുക്കൊരു പ്ലാറ്റ്ഫോം ഇല്ല, നമുക്കിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ക്രീൻ ചെയ്യാനായിട്ട്. അന്ന് അങ്ങനെ ഒരു ഷോർട്ട് ഫിലിമിന് വന്നിട്ട് പുറത്ത് അങ്ങനെ ഒരു ഇവർക്കായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമില്ല അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഒരു ജനകീയമായ ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണ്. ഒന്ന് ചേട്ടന് ഇതേപോലെയൊക്കെ ചെയ്തിരുന്നല്ലേ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആക്സിഡൻ്റായിട്ട് അപ്പോൾ ഞാൻ ഗോൾഡ് സൂക്കിലേക്ക് ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി പോയതാണ്. അപ്പോൾ അവരെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ സ്പേസ് തരാം ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് ഇപ്പോൾ ജമ്പ് ചെയ്യുന്ന അപ്പോൾ ഇടുക്കിക്കോട് കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ ചെയ്തേക്കണത് ഇവരെയൊക്കെ വെച്ചിട്ടുണ്ട്, സിനിമാക്കാരുടെ ഒരു സപ്പോർട്ട് വേണം. അപ്പോൾ ഞാൻ ലാലിൻ്റെ അടുത്ത് പോയി സംസാരിക്കുകയത്. അപ്പോൾ അതിൽ ഞാൻ ലാലിൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞു. ലാൽ പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയർമാനായിട്ട് ഇരിക്കണം, ഈ പാർട്ട്ണറല്ല വേണം. അയ്യോ, ഞാൻ പറഞ്ഞു ഇത് കുഴപ്പമില്ല, നിങ്ങൾ എന്ന് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മോഹൻലാൽ ചെയർമാനായിട്ട് അങ്ങനെ കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നമ്മൾ ലോഞ്ച് ചെയ്തു. 1 മാസം നീണ്ടു നിന്ന ഒരു ഫെസ്റ്റിവൽ 300ഓളം പടം കാണിച്ചു. അത് ആദ്യമായിട്ട് നമ്മൾ മറ്റേ വീഡിയോ വാളിലാണ് കാണിച്ചത്, മറ്റേ ഇതിൽ മാത്രമല്ല, ഈ പ്രൊജക്ടറിലല്ല, പരസ്യമായിട്ട് വന്നിട്ട് വലിയ വീഡിയോ വാൾ അതിൻ്റെ A3-ൻ്റെ അടിയിലുള്ള ഹാളിലെ മെയിൻ ഓപ്പൺ തിയേറ്റർ. അപ്പോൾ എവിടെ വേണമെങ്കിലും നിങ്ങൾ വന്നിട്ട് സിനിമ കാണാം. സോ വൈൽ യു വാച്ച് എ ഫിലിം വൈൽ യു ഷോപ്പ് എന്നുള്ള ചെറിയ ഫിലിമുകളാണല്ലോ. അപ്പോൾ വാച്ച് എ ഫിലിം വൈൽ യു ഷോപ്പ്, അങ്ങനെ നമ്മൾ സിനിമ അവരിലേക്ക് എത്തിക്കുന്ന ഒരു പുതിയ കോൺസെപ്റ്റിലേക്കാണ് കൊണ്ടുവന്നത്. അപ്പോൾ വലിയ സ്ക്രീൻ വെച്ചു. അപ്പോൾ എവിടെ നിന്ന് ഏത് വശത്തു നിന്ന് നോക്കിയാലും കാണാൻ പറ്റും. സിനിമ ഫുൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അത് വീഡിയോ ആയതുകൊണ്ട് ഇപ്പോൾ അതിന് വെളിച്ചമൊന്നും പ്രശ്നമല്ല. അത് 2016 ആയപ്പോൾ ഞാൻ മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റി. 2 വർഷം ഇവിടെ ചെയ്തോളൂ. അപ്പോഴത്തേക്ക് ഇവിടെ പെരുകി,
ഇഷ്ടംപോലെ ഷോർട്ട് ഫിലിം എല്ലാവർക്കും ചെയ്യാമെന്ന് മനസ്സിലായി. ഞാൻ നോക്കുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഷോർട്ട് ഫിലിം. അപ്പോൾ എനിക്ക് അവിടെ ഒരു അവസരം കിട്ടി. അങ്ങനെ ഞാൻ മോഹൻലാലിനോട് സംസാരിച്ചിട്ട് അത് ഇങ്ങോട്ടേക്ക് മാറി. അതാണോ അറേബ്യൻ ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ട്? അവിടെ നിന്ന് ഞാൻ 2016 അവിടെ ചെയ്തപ്പോൾ അവിടെ ചെയ്ത ഷോർട്ട് ഫിലിംസുകളെ ഇവിടെ കൊണ്ടുവന്ന് ചെയ്യാനായിട്ട് ചെയ്തായിരുന്നു. 2017 കാലിക്കറ്റ് നടത്തിയ അറേബ്യൻ ഫ്രെയിംസ്, മിഡിൽ ഈസ്റ്റിൽ ചെയ്ത ആൾക്കാരുടെ ഷോർട്ട് ഫിലിംസുകൾ. അപ്പോൾ ഞാൻ അവിടെ പോയി ഫെസ്റ്റിവൽ ചെയ്തല്ലോ, അത് ഇവിടത്തെയും അവിടത്തെയും ചെയ്തുള്ള പിള്ളേരെ വെച്ചാൽ ചെയ്തേ. അങ്ങനെ ഫെസ്റ്റിവൽ ചെയ്ത് അവിടെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ കംപ്ലീറ്റ് ഉള്ള ഷോർട്ട് ഫിലിം മേക്കേഴ്സുമായിട്ട് എനിക്ക് കണക്ഷനായി. അപ്പോൾ അവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ ഇവിടെ ഒരു സ്പേസ് ഇല്ല. അന്ന് MG യൂണിവേഴ്സിറ്റി ആയിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ക്യാമ്പസിൽ മുഴുവൻ കാണിച്ചായിരുന്നു ഈ ഫിലിമുകളെ കൊണ്ടുപോയിട്ട്. ഒരുപാട് ക്യാമ്പസിൽ അന്ന് അവിടുത്തെ വൈസ് ചാൻസലർ എനിക്ക് അതിന് സപ്പോർട്ട് തന്നായിരുന്നു, MG യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ 2017 ഞാൻ അന്ന് കാലിക്കറ്റിലേക്ക് വന്നു. ഞാൻ അന്ന് കളക്ടറായിരുന്ന ജോസ് സാറിനെ കണ്ടായിരുന്നു. അന്ന് രവീന്ദ്രനായിരുന്നു ഇവിടുത്തെ കോർപ്പറേഷൻ്റെ ചെയർമാൻ. രണ്ടുപേരും ഫുൾ സപ്പോർട്ട് തന്നു. അങ്ങനെയാണ് പിന്നെ ഇവിടുത്തെ മീഡിയ ഫുൾ സപ്പോർട്ട്. അങ്ങനെയാണ് ഞാൻ ഈ അറേബ്യൻ ഫ്രെയിംസ് എന്ന് പറഞ്ഞ ഫിലിം ഇവിടുത്തെ ഫെസ്റ്റിവൽ ചെയ്ത്. കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവല് പിന്നീട് പുറത്താണല്ലോ ചെയ്തത്. ആദ്യത്തെ 2 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ ദുബായിലേക്ക് 2016 നമ്മൾ ദുബായിൽ ലോഞ്ച് ചെയ്ത് ഫെസ്റ്റിവൽ ഭയങ്കര ഹിറ്റായിരുന്നു. റമഡാനിലാണ് ഇത്. അപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ ഈ വാട്സപ്പിലൂടെ ഭയങ്കര ചർച്ചയും സിനിമയുടെ ചർച്ചയൊക്കെ ചെയ്യുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. 250 മെമ്പേഴ്സായി നമുക്കവിടെ. എല്ലാ ദിവസവും അതിനകത്ത് അവിടെ ചെയ്ത ഷോർട്ട് ഫിലിംസിനെ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാക്കി അതിനെ മാറ്റി. എല്ലാ ദിവസമായി കഴിഞ്ഞാൽ പിള്ളേർ അതിനകത്തേക്ക് ഇടിച്ചു കയറി വന്നിട്ട് ഭയങ്കര ഡിസ്കഷനായിരുന്നു വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ അതിനെ മുഴുവൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഫെസ്റ്റിവൽ നടത്താമെന്ന് പറഞ്ഞ് 2016 തന്നെ ഞാൻ സെപ്റ്റംബറിൽ അവിടെ വന്ന് അവിടെ ഞാൻ ദുബായ് ഇൻ്റർനാഷണൽ റമഡാനിൽ ചെയ്യായിരുന്നു. അതിനുശേഷം അത് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഉണ്ട്, അവിടെ ഒരു ഫെസ്റ്റിവൽ ചെയ്തു. അതിൻ്റെ അടുത്ത അവിടെ കഴിഞ്ഞ് അബുദാബിയിൽ ഞാൻ ഫിലിം ഫെസ്റ്റിവൽ ചെയ്തു. 2017 ഡിസംബറിൽ ഞാൻ ബഹ്റിനിൽ കാണിച്ചു, ഫെസ്റ്റിവൽ അറേഞ്ച് ചെയ്തു. എൻ്റെ 2018 ഒരു ഭയങ്കര ഫെസ്റ്റിവലായിരുന്നു. അത് തിയേറ്ററിലാണ് കളിച്ചത്. അതിനകത്തേക്ക് അവിടുന്ന് ദുബായ് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടർ മസൂദ് വന്നു, സൗദി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടർ അഹമ്മദ് അർമുള്ള വന്നു, ഒമാൻ ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടർ മുഹമ്മദ് അൽക്കാണ്ടി അവിടുത്തെ ഗവർണറുടെ പാട്രണേജിൽ വന്നിട്ട്. അത് ബിഗ് ഫെസ്റ്റിവലായിരുന്നു, ഭയങ്കര സംഭവമായിരുന്നു. പറഞ്ഞാൽ തിയേറ്ററിൽ 3 ദിവസം നമ്മൾ വന്നിട്ടുള്ള മൾട്ടിപ്ലക്സിൽ വന്നിട്ട് ആദ്യം ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ബഹ്റിൽ ആദ്യമായിട്ട് ഗൾഫിലെ എല്ലാ മേജർ ഫെസ്റ്റിവലിലെ ഡയറക്ടേഴ്സ് പങ്കെടുത്തിട്ടുള്ള ഒരു റെഡ് കാർപ്പറ്റ് ചെയ്തു. ഇനി നമ്മൾ പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങുകയാണ്. ആക്ച്വലി ഞങ്ങൾക്കിപ്പോൾ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, ക്യാമറ ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ 8 ക്യാമറ, ട്രാക്ക്, ട്രോളി, ഗിംബൽ എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാ സാധനവും ഒരു പ്രൊഡക്ഷൻ ചെയ്യാനുള്ള എല്ലാ സംഗതികളും ഞങ്ങൾക്കിപ്പോൾ സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അതിനകത്ത് നമ്മളിപ്പോൾ ഒരു 10ഓളം ഷോർട്ട് ഫിലിം ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ നല്ല പ്രൈസിൽ തന്നെ 5-8 ലക്ഷം രൂപയുടെ അവാർഡ് കൊടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഫെസ്റ്റിവലിൽ. നമ്മൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിള്ളേർക്ക് വന്നിട്ട് ഫ്രീ ആയിട്ട് ക്യാമറ കൊടുക്കും, എക്യുപ്മെൻറ്റ്സ് കൊടുക്കും ഷൂട്ട് ചെയ്യാനായിട്ട്. ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്, സിങ് സൗണ്ട് എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇനിയിപ്പോൾ ഞങ്ങൾ വെബ് സീരീസ് പോലെ ഈ പിള്ളേർക്കൊക്കെ അവസരം കൊടുക്കാനായിട്ട് വെബ് സീരീസുകൾ, അതേപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ഫിലിംസ്, ഈ 4K ഇൻഡിപെൻഡൻറ്റ് ഫിലിംസുകൾ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇപ്പം നമ്മളവിടെ തുടങ്ങി വെച്ചിരിക്കുന്നത്. അതിൻ്റെ എല്ലാ പ്രാരംഭ പരിപാടികളിലേക്കാണ് ഇനിയിപ്പോൾ പോകുന്നത്. സിനിമ സൗന്ദര്യശാസ്ത്രം, ഫിലിം കൾച്ചറൽ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സിനിമയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരുപാട് ഗവേഷണം നടത്തിയ ഒരാളാണല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ഒരു പുതിയൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു വിഷ്വൽ ലിറ്ററസി എന്ന് പറഞ്ഞിട്ട്? ദൃശ്യഭാഷ സാക്ഷരത. അത് ഈ ഒരു ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുത്തിയെടുത്തതാണോ? യെസ്, ഞാനത് പറഞ്ഞത്. ഞാനത് ആക്ച്വലി 2012 ലോഞ്ച് ചെയ്ത തുഞ്ചൻ പറമ്പിൽ. അന്ന് ഞാൻ മലപ്പുറത്തൊരു ഫെസ്റ്റിവൽ ചെയ്തായിരുന്നു. മലപ്പുറത്ത് ഞാൻ ഈ അക്കാഡമിയിലായിരിക്കുമ്പോൾ അവിടെയുള്ള എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരുമായിട്ട് ചേർന്നിട്ട് അങ്ങനെ അവിടെയാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. അങ്ങനെ തുഞ്ചൻ പറമ്പിൽ ഈ ദൃശ്യഭാഷ സാക്ഷരത എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സബ്ജക്റ്റാണ് വിഷ്വൽ ലിറ്ററസി. സിനിമ മാത്രമല്ല, എങ്ങനെ ഇമേജ് എല്ലാവരും, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തെരുക്കൂത്ത് തൊട്ടിട്ട് ഇത് തുടങ്ങിയ ഒരു സംഭവമാണത്. ഈ ദൃശ്യഭാഷ എങ്ങനെ ഉപയോഗിക്കുന്നു, അത് സ്റ്റീൽ വിൽക്കാനും സിമെൻറ്റ് വിൽക്കാനൊക്കെ ഉപയോഗിച്ചപ്പോൾ അതൊരു വിഷ്വൽ ലിറ്ററസി എന്ന് പറയുന്നത് ഒരു 2000 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ടോട്ടലി ആയിട്ട് വന്നിട്ട് ഒരു അവയർനെസ് ലോകത്തുണ്ടാവാൻ തുടങ്ങി.
ഇപ്പോൾ അതിന് ഒരു ഓർഗനൈസേഷനൊക്കെ ഉണ്ട് ശരിക്കും എന്ന് പറഞ്ഞാൽ പല യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സുകളും വന്നിട്ടുള്ളതിനകത്ത് ഇതിനകത്ത് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ വിഷ്വൽ ലിറ്ററസിയിൽ. ഇറ്റ്സ് ആക്ച്വലി ഇത് ഇന്നും വന്ന യഥാർത്ഥത്തിൽ അത്രയ്ക്കധികം ഇമ്പോർട്ടൻസ് കിട്ടാതെ പോയിട്ടുള്ള അന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിറ്ററസി പ്രോഗ്രാമാണത് യഥാർത്ഥത്തിൽ വിഷ്വൽ ലിറ്ററസി. യു ആർ ലിവിങ് ദ ലിറ്ററസി ഓഫ് ദ 21st സെഞ്ച്വറി എന്നാണ് അതിനെ വിളിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് എ 21st സെഞ്ച്വറി. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 24 വർഷമായി. അപ്പോൾ അതിന് ഈ 2000 തൊട്ട് ഇതങ്ങ് തുടങ്ങിയതാണ്. അപ്പോൾ ഇത് തുടക്കകാലം ആയതുകൊണ്ടായിരിക്കാം ഇത് പോപ്പുലർ ആയിട്ടില്ല ഇതുവരെ. ലൈക്ക് ഹൗ ടു റീഡ് ഡിസ്ക്രിമിനേറ്റ് ഇമേജ്, വിഷ്വൽ ലിറ്ററസി എന്ന് പറഞ്ഞാൽ, ആൻഡ് ഇൻ്റർപ്രറ്റ്, അനലൈസ് ഇമേജ് ആൻഡ് പ്രൊഡ്യൂസ് പവർഫുൾ ഇമേജ് ടു കമ്മ്യൂണിക്കേറ്റ്. അതാണ് ഈ വിഷ്വൽ ലിറ്ററസിയിൽ. സോ ഇമേജ് മീൻസ് നോൺ വെർബൽ അല്ല, അതിൻ്റെ ഭാഗമാണ്. ലൈക്ക് ബോഡി ലാംഗ്വേജ് തൊട്ടിട്ടുള്ളതിനകത്തേക്ക് any constructed or actually man made or constructed, natural or constructed, any image, object, it is part of actually that to use actually നമ്മൾ ലൈക്ക് അതിനെ നമ്മൾ മനസ്സിലാക്കുന്ന ഒന്നിലേക്ക് മാറുന്നതിനെയാണ് ഈ വിഷ്വൽ ലിറ്ററസി എന്ന് പറയുന്നത്. ലൈക്ക് you will be able to interpret, discriminate, analyze any image, any objects which visually communicating to you. Human brain designed for that. നമ്മൾ 60 times faster ആണ്, 60,000 times faster ആണ് നമ്മൾ ഇമേജ് വായിക്കാൻ ടെക്സ്റ്റ് വായിക്കുന്നതിനേക്കാൾ. ഇറ്റ്സ് പ്രൂവൺ. ആൻഡ് 2 times faster ആണ് വിഷ്വലി ലേൺഡ് സ്റ്റുഡൻസ് വന്ന് മറ്റുള്ളവരെക്കാളും. 2 times അവർ സ്മാർട്ടായിരിക്കും. ഈ ഒരു ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? വർക്ക്ഷോപ്സ് അല്ലാതെ വേറെ? എനിക്കിപ്പോൾ അതേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് വേറെ സപ്പോർട്ട് ആരോ ഉള്ളത് മിഡിൽ ഈസ്റ്റിലുണ്ട്. അല്ലാതെ ഞാനിവിടെ നിന്ന് എനിക്ക് വലിയ ആൾക്കാരുടെ സപ്പോർട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനതിന് ആളുകൾക്ക് ഇപ്പോഴും അതിൻ്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അതെന്താണെന്നോ മനസ്സിലാവാത്തൊരു പ്രശ്നമുണ്ട്. ആദ്യമേ ഞാൻ ചെയ്യേണ്ടത് എന്താണ് ഈ വിഷ്വൽ ലിറ്ററസി, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ ഡിസിഷൻ മേക്കേഴ്സിനെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ആദ്യമേ ചെയ്യേണ്ട ജോലി. അതിന് ബേസിക്കലി അത് അല്ലെങ്കിൽ ഞാൻ വന്നിട്ടുള്ളതിനകത്ത് ഇൻഫ്ലുവൻസേഴ്സിനെ ഞാൻ അത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഈ ദൃശ്യഭാഷ സാക്ഷരത ഇന്നല്ലെങ്കിലും നാളെ ഇതിവിടെ റൂൾ ചെയ്യും, ഇതിവിടെ വരും. അതിനകത്തൊന്നും ഒരു വിഷയമില്ല. ഇറ്റ്സ് ഓൺലി ക്വസ്റ്റൻ ഓഫ് ടൈം ആക്ച്വലി, അത്രേ ഉള്ളൂ. അല്ലാതെ അതിപ്പോൾ എനിക്കതിനകത്തേക്ക് ഞാൻ അറിയാതെ ഞാൻ അതിനകത്തേക്ക് സ്റ്റമ്പിളായി. ഞാൻ അതിനെ പണ്ട് 90 തൊട്ടിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പലയിടത്തും അതിനെ എൻ്റെ ആവശ്യത്തിന് ഉപയോഗിച്ച് ഞാൻ സക്സസ് ആക്കിയിട്ടുണ്ട്. ഞാനതിനെ എല്ലായിടത്തും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ വിഷ്വൽ ലിറ്ററസിയുടെ ടൂള് തന്നെയായിരുന്നു ഞാൻ PT വേണ്ടിയിട്ട് ഞാൻ കലാജാഥ ചെയ്തായിരുന്നു. അപ്പം ഞാൻ യൂസ് ചെയ്തത് ഈ സെയിം ടെക്നിക്സാണ്. അതിലെ ടൂൾസുകളൊക്കെ ഞാൻ ഉപയോഗിച്ചു. വർക്കൗട്ടായി, അത് ഭയങ്കര ഹീറ്റായി. ഞാൻ പലർക്കും വേണ്ടി അതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പൊളിറ്റിക്കലായിട്ട്. അപ്പോൾ എല്ലായിടത്തും അത് ഹിറ്റായിട്ടുണ്ട്. ദിസ് ഈസ് ഓൾവേസ് ലൈക്ക് ഫോണ്ട്. ഞാൻ പറഞ്ഞുതരാം, നമ്മളറിയാം ഫോണ്ട് വന്നിട്ടുള്ളത് അതിൻ്റെ കണ്ടൻറ്റിനേക്കാളും ഉപരി ആയതുകൊണ്ടാണ് ഒരു ഫോണ്ട് ഡിസൈൻ ചെയ്യണേ. എവരി മീഡിയ അവരൊരു ഫോണ്ട് ഡിസൈൻ ചെയ്യുന്നുണ്ടല്ലോ. എന്തിനാണ് ആ പറയുന്ന കണ്ടൻറ്റിനേക്കാളും ഉപരിയായിട്ടൊന്നും ചെയ്യുന്നില്ല. ഫോണ്ട് ഈസ് എൻ ഇമേജ്. സോ ഇറ്റ് കമ്മ്യൂണിക്കേറ്റ് സംതിങ് മോർ ദാൻ ദാറ്റ്. അല്ലേ? ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ്. ഇറ്റ് ഹാസ് സം ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓർ റിലേഷൻ. ഒരു സംവാദം നടക്കുന്നുണ്ട് ഈ ഫോണ്ട് നിങ്ങളുമായിട്ട്. So that is why they are creating new type of fonts. So you are using it. You are part of it. Whether you recognize or not, whether you accept it or not, you are part of, and you are being ruled by visual language. People who are visually literate are controlling you without you knowing. Every image, every art, every article, every advertisement, they are controlling you without knowing. They are controlling your taste. They are controlling your ideology. They are controlling everything. Through the image, everybody is controlling. നിങ്ങൾ in American election കണ്ടു നോക്ക്. They use visual literacy tools very powerfully in every campaign. They combine everything. What is happening in around here actually?
They are creating image to rule you without you me. നിങ്ങളൊരു ഒരു ഒരു എഴുത്ത് വായിച്ചാൽ നിങ്ങളിപ്പോൾ അനലൈസ് ചെയ്യില്ലേ? മറ്റേ ബിറ്റ്വീൻ ദ ലൈൻ യു ക്യാൻ റീഡ് ഇറ്റ് ഇല്ലേ? അതിന് കഴിവില്ലേ നിങ്ങൾക്കിപ്പോൾ? ഉണ്ടല്ലോ. ആ എഴുതിയത് അതേപോലെ തന്നെ നിങ്ങൾ വന്നിട്ട് അങ്ങനെ തന്നെ വിശ്വസിക്കുമോ? ഇല്ല. നിങ്ങൾ അനലൈസ് ചെയ്യില്ലേ? അല്ലേ? അതിൽ ഓരോ വേർഡും എന്തിനാ യൂസ് ചെയ്തത് നിങ്ങൾ അന്വേഷിക്കില്ലേ? അതിന് വേറെ വേർഡ് എന്താ യൂസ് ചെയ്യാത്തതെന്ന് നിങ്ങൾ പറയില്ലേ? ആ വേർഡ് എന്തിനാ പർപ്പസ്ഫുള്ളി യൂസ് ചെയ്തേക്കണം നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? ബട്ട് നൗ വെൻ യു വാച്ച് ആൻ ഇമേജ്, എന്തുകൊണ്ട് ആ കളർ അവിടെ യൂസ് ചെയ്തു, അല്ലെങ്കിൽ എന്തിനാ ആ ലൈൻ അവിടെ വന്നു, ആ ഷേപ്പ് അങ്ങനെ വന്നിട്ട് എന്താണ് ആ ഇമേജ് ടോട്ടലി കണ്ടൻറ്റ് വരുന്നത്, അതിനകത്ത് നിന്ന് ടോട്ടാലിറ്റി എന്താണ് അത് നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ അതിനകത്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അതാണ് പ്രശ്നം. അത് നമ്മൾ ടൂൾസ് പഠിക്കുമ്പോൾ വരും. നമ്മൾ അതിന് ടൂൾസ് പഠിക്കുമ്പോൾ നമ്മൾ അനലിറ്റിക്സ് പഠിക്കുക. അതാണ് അതിനകത്തുള്ള. ഇറ്റ്സ് ലൈക്ക് ആക്ച്വലി ലൈക്ക് ഞാൻ പറഞ്ഞ സയൻസ്, സിമ്പിൾസ്, ടെൻസ്, ഷേപ്സ്, ഫോം, ഇതെല്ലാം ഒരു ലാംഗ്വേജ് പോലെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഹാസ് ഈ ആർട്ടിസ്റ്റ് ഇത് എടുത്തത് വന്നിട്ട് ഈ നേച്ചർ ഇസ് പാർട്ട് ഓഫ് ദിസ് യൂണിവേഴ്സ്. യു കൻ നോട്ട് എസ്കേപ്പ് ഫ്രം ദാറ്റ്. You cannot. You are part of it. It is within you. You are consuming it without you knowing it. Every line, every shape, every form. നിങ്ങൾ ദൂരെ നിന്ന് തന്നെ നിങ്ങൾക്കത് കണ്ടറിയാൻ പറ്റും. ഇത് ചർച്ച്, ഇത് ടെമ്പിൾ, ഇത് മോസ്കോ. എവറി ലോഗോ അങ്ങനെയല്ലേ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? വൈ ദേ ആർ സ്പെൻഡിങ് സോ മച്ച് മണി ടു ക്രിയേറ്റ് എ ലോഗോ? ബിക്കോസ് ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് ടു യു. ഈവൻ ഞാൻ ചോദിച്ചാൽ എത്ര പേർക്ക് എല്ലാ ഇമോജിനെ അറിയാം? എല്ലാ ഇമോജിയുടെയും വന്നിട്ടുള്ളതിനകത്ത് എത്ര പേര് ശരിക്കും സ്ട്രെയിൻ എടുത്തിട്ട് പഠിച്ചിട്ടുണ്ട്? ശരിക്കും അറിയാതെയാണ് ഓരോ ഇമോജിയും. അങ്ങൊരു ഒരു കണ്ണടച്ച് ഓരോന്ന് കിട്ടിയേക്കാണ്. അത് അത്രേ ഉള്ളൂ. അത് ഞാനത് ബേസിക്കലി നമ്മൾ ആ ഒരു വശം അങ്ങനെയാണ്. യുനോ വൺ തിങ്, 2015 വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്ത ഏതാണെന്നറിയാം? ദാറ്റ് ടിയേഴ്സ് ഓഫ് ഹാപ്പിനെസ് ഇല്ലേ, അതാണ് ആ ഇമോജി. യെസ്, അത് രണ്ട് തുള്ളി ഇങ്ങനെ വന്നിട്ട് അതായിരുന്നു ദ വേർഡ് ഓഫ് ദ ഇയർ 2015. യെസ്, we are actually communicating with him. So there are so many researches happening, even to learn science, learn everything. ഞാൻ എല്ലാ സബ്ജക്റ്റും പഠിച്ചത് ഈ വിഷ്വൽ ലിറ്ററസി ടൂൾസ് ഉപയോഗിച്ചിട്ടാണ്. ബേസിക്കലി ഞാൻ സിനിമ പഠിച്ചവനാണ്, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചവനാണ്. എനിക്ക് ഇതേപോലത്തെ വലിയ സ്പേസ് ഫ്രെയിംസ്, കൺസ്ട്രക്ഷൻസ്, അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈൻസ്, എല്ലാത്തിലേക്ക് അല്ലെങ്കിൽ പല കാര്യങ്ങളും ഞാൻ ലൈക്ക് റൊമാൻറ്റിക് പോയറ്റ്സിനെ കുറിച്ചിട്ടുള്ള പ്രോഗ്രാമുകൾ ഞാൻ ഈ മലപ്പുറം കോളേജിലേക്ക് ആ സമയത്ത് ചെയ്തായിരുന്നു. ത്രൂ ആക്ച്വലി ഷോയിങ് സിനിമ. ഞാൻ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിൽ ഇവിടെ 2007 ഞങ്ങൾ ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ലഗാൻ കളിച്ചായിരുന്നു. ഞാൻ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമായിട്ട് SCMS. അവർക്കൊരു ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് അവർ പറഞ്ഞു അവർക്കും കൂടി ഗുണമുണ്ടാവുന്ന എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ്, ലഗാൻ സിനിമ എങ്ങനെ സിനിമ ടീം ബിൽഡിങ്ങിന് കാണിക്കാതെ. ഇറ്റ് ഇസ് ആക്ച്വലി പിന്നീട് അത് പല സ്ഥലത്തും ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ലഗാനെ നമ്മൾ കാണിക്കുന്നത് എങ്ങനെ ടീം ബിൽഡ് ചെയ്യുക എന്നുള്ളത്. അയാളെങ്ങനെ, അത് മാനേജ്മെൻറ്റിൻ്റെ അകത്തുള്ളൊരു സംഭവം തന്നെയാണ്. റോക്കറ്റ് സിംഗ് ആ കാലത്ത് വന്നൊരു സിനിമയാണ്. എങ്ങനെ സ്ട്രീറ്റ് സ്മാർട്ട്നെസ് കമ്പ്യൂട്ടർ വെക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ള സ്ട്രീറ്റ് സ്മാർട്ട്നെസ്സിനെ പഠിപ്പിക്കാൻ ആ സിനിമ കൊള്ളുവാൻ. സിനിമ ഇപ്പോൾ ഒരുപാട് ലൈക്ക് മോറൽ കാര്യങ്ങൾ പറയുന്നതിന് ഉപയോഗിക്കുന്നുണ്ടല്ലോ, ചില സിനിമയിലെ സീൻസുകൾ ഉപയോഗിച്ചിട്ട്. യെസ്, ഞാനത് അന്ന് സിനിമ ഫുട്ബോളൊക്കെ ആയിട്ട് ഇരുന്ന കാരണം എൻ്റെ ജോബ് അതാണ്. ഞാൻ അതിൽ തന്നെയാണ് ജീവിക്കുന്നത്. എനിക്കത് ഉപയോഗിക്കാനേ അറിയാവുള്ളൂ. ഞാൻ എഴുത്തിൽ ഭാഷയിൽ ഒട്ടും പ്രാവീണ്യമുള്ളവനല്ല. ഞാനെല്ലാം എഴുതുന്നത് വിഷ്വലിയാണ് കാണുന്നത്. എനിക്കങ്ങനെ അറിയാവുള്ളൂ. സോ ഐ എം എ വിഷ്വൽ ലിറ്ററസി മാൻ ആൻഡ് ഐ തിങ്ക് ഐ ആം സെറ്റ് ഫോർ ദാറ്റ്. ഞാൻ അതുകൊണ്ടായിരിക്കും അതിൽ തന്നെ വീണതും അതിൽ ആകർഷണമായതും ഞാൻ അറിയാതെ അതിൻ്റെ ഭാഗമായതും. അപ്പോൾ ഈ പോകുന്ന മൂവ്മെൻറ്റ് ഞാൻ അതിനകത്ത് ഒരാളായി മാറിയതും. മോഹൻലാലുമായിട്ട് ചേർന്നിട്ട് ഒരു UAE ദിനാഘോഷം, ദേശീയ ദിനാഘോഷം നടത്തിയിരുന്നല്ലോ. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? വൈ ഷുഡന്റ് ഐ ആക്ച്വലി സെലിബ്രേറ്റ് UAE നാഷണൽ ഡേ ഇന്ത്യയിൽ? ഇതിനു മുമ്പ് ആരും ചെയ്തിട്ടില്ലല്ലോ. സോ യു ആർ ഓൾവേസ് ട്രൈങ് ടു ഡു സംതിങ് ന്യൂ ഇല്ലേ? ഓഫ് കോഴ്സ്
അതൊരു വിഷ്വൽ ലിറ്ററസിയുടെ ഭാഗം തന്നെയാണെന്ന് തന്നെ വിചാരിച്ചു ശരിക്ക്. അപ്പോൾ അതിനെ ഞാൻ ഒരു ഭയങ്കര പാലക്കാട് ഒരു ഭയങ്കര ബൈക്ക് റാലിയൊക്കെ ഉണ്ടാക്കി ഞാൻ അതിന് മുമ്പ്. 100-200 ബൈക്കേഴ്സ് വന്നു. എനിക്ക് അവരുമായിട്ട് നല്ല കണക്ഷൻ ഉള്ളതുകൊണ്ട് UAE ഭാഗമൊക്കെ വെച്ചിട്ട് ഞാൻ UAEയുടെ എംബസിയിൽ നിന്ന് വന്നിട്ടുള്ള ഡൽഹിയിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. റെപ്രസെൻറ്റേറ്റീവ് ഇവിടെ നിന്ന് ഇദ്ദേഹത്തിന് സപ്പോർട്ട് ഉണ്ടായിരുന്നു, കോൺസുലേറ്റ് ജനറൽ. നോട്ട് മോണിറ്ററിൽ നമ്മൾ ആരെയൊന്നും മേടിച്ചിട്ട് ദറ്റ് കൊച്ചി മെട്രോ തന്നെ വഹിച്ചതായിരുന്നു. ലാലിൻ്റെ ആ സമയത്ത് ലാൽ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ലാലുമായിട്ട് സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ അതിനകത്ത് അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ വന്നുകൊണ്ട് നമ്മൾ വന്നിട്ട് അങ്ങനെ ഒരു UAE നാഷണൽ ഡേ, അത് ഭയങ്കര അവിടെ UAEയിൽ ഒരുപാട് ആഘോഷിച്ചു. എല്ലാ നാഷണൽ പത്രങ്ങൾ മുഴുവനും ഇടുക മാത്രമല്ല, ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് അത് അത് 2 ആർട്ടിക്കിൾ അതിനെക്കുറിച്ചിട്ട് ഇത് ചെയ്ത് ഇന്ത്യൻ സെലിബ്രേറ്റിംഗ് UAE നാഷണൽ ഡേ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംഭവം. അത് നമുക്ക് വലിയൊരു കാരണം എനിക്ക് പലയിടത്തേക്കും കയറി ചെല്ലാനും ചെയ്ത ആളല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങൾ അതിൻ്റെ കിട്ടിയായിരുന്നു. എന്നിട്ട് അമ്മ സംഘടന ജനാധിപത്യപരമല്ല എന്ന് തോന്നിയത് കൊണ്ടാണോ അന്ന് ഇലക്ഷന് നിന്നത്? ഞാൻ അതിൻ്റെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അല്ല എൻ്റെ വന്നേ. ഞാൻ യഥാർത്ഥത്തിൽ ഒരു സംഘടനയിൽ ഇലക്ഷൻ ആവശ്യമാണെന്നും അനിവാര്യമാണെന്നുള്ളതിനകത്ത് എല്ലാവർക്കും സംസാരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ചിലവ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അത് ചെയ്യാതിരുന്നതായിരുന്നു, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. അതൊരു അനാവശ്യ ചിലവ് എന്തിനാണ് എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാതിരുന്നതാണ്. പക്ഷേ അത് വന്നപ്പോൾ അതൊരു ശരിയല്ലല്ലോ. കാരണം ആരൊക്കെയോ തീരുമാനിക്കുന്നു, അവര് യഥാർത്ഥത്തിൽ അങ്ങനെ അതിന് പലർക്കും വന്നിട്ട് എതിരഭിപ്രായം ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും എല്ലാവരും ഒരേ ഘട്ടമായിട്ട് അംഗീകരിക്കണം എന്നില്ലല്ലോ. എല്ലാത്തിനും 2 പക്ഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ പക്ഷേ അതിനകത്ത് അമ്മയിനകത്തുള്ള ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റ് സംഘടനയെക്കാളും വലിയൊരു കെട്ടുറപ്പുള്ളൊരു സംഘടനയാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അമ്മ ഇതുവരെയുള്ള പ്രവൃത്തികളിൽ അതിനകത്തേക്ക് മോഹൻലാലും മമ്മൂട്ടിയും തന്നെ അതിനകത്ത് മെയിൻ വളരെയധികം ഇനിഷ്യേറ്റീവ് എടുത്തേക്കുന്ന 2 പേരുടെയും കാര്യങ്ങളുണ്ട്. ലാലൊക്കെ വന്നിട്ട് മമ്മൂട്ടിയും. കാരണം അവരുടെ സ്റ്റാർഡത്തിൽ നിന്ന് അവർ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുള്ളതാണ് ഈ പ്രോഗ്രാമുകൾ ചെയ്താണ് പൈസ ഉണ്ടാക്കിയേക്കണേ. ബാക്കി എല്ലാവരെക്കാളും എല്ലാവരും സംഘടിച്ചിട്ടുണ്ട്. അന്നത്തെ എല്ലാ സ്റ്റാർസുകളും വന്നിട്ട് അതിനകത്ത് പങ്കെടുത്ത് അവരുണ്ടാക്കിയ പൈസ പലർക്കുമായിട്ട് വന്നിട്ട് കൈനീട്ടായിട്ട് ഞാൻ പറഞ്ഞില്ലേ പൈസ കൊടുക്കുന്നുണ്ട്. അത് പലർക്കും വന്ന് ഒരുപാട് പേർക്ക് വന്നിട്ടുള്ള അത് ഒരുപാട് താങ്ങാണത്. അത് വലിയൊരു കാര്യമാണ്. അങ്ങനത്തെ ഒരു വലിയൊരു കാര്യം വന്ന് അമ്മയിൽ ചെയ്യാൻ പറ്റിയത് കൊണ്ട് ഒരുപാട്, കാരണം പല ആർട്ടിസ്റ്റും വന്നിട്ട് സാമ്പത്തികമായിട്ട് കഷ്ടത്തിൽ നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ശരിക്കും എല്ലാവർക്കും എപ്പോഴും കാണുന്ന ഗ്ലാമറൊന്നും അല്ല ശരിക്കും ലൈഫിൽ. പക്ഷേ ഒരു പരിധിയിലും അവന് അതിൽ നിന്ന് താഴ്ന്നു നിൽക്കാൻ പറ്റാത്ത ആവുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ എല്ലാവർക്കും അങ്ങനെ സിനിമ പൈസ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവർക്കൊരു 5000 രൂപ വെച്ചിട്ട് ഒരു മാസം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയൊരു കാര്യമാണ് ശരിക്കും. അത് അമ്മ ചെയ്തിരുന്നു. അത് അമ്മയിൽ കിട്ടിയിരുന്നത് ഈ പറയുന്ന ഷോ നടത്തിക്കൊണ്ട് തന്നെയാണ്. WCC രൂപീകരിക്കപ്പെടുന്നത് അവർ സ്ത്രീകൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം അമ്മ എന്ന സംഘടനയിലില്ല എന്ന് പറഞ്ഞിട്ടും പിന്നെ അന്ന് ആ ഒരു പ്രശ്നം ഞാൻ അതിനകത്തേക്ക് എന്താ പറഞ്ഞാൽ ഞാൻ അതിൻ്റെ സംഘടനാ തലത്തിൽ ഞാനില്ലല്ലോ. ഞാൻ അതിനെ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ അതിനെ എങ്ങനെ ഞാൻ യഥാർത്ഥത്തിൽ അമ്മയുടെ മെമ്പർ എന്നുള്ള രീതിയിലേക്ക് എൻ്റെ റോൾ എന്ന് പറയുന്നത് ജനറൽ ബോഡിയിൽ സമയമുണ്ടെങ്കിൽ എത്തുക എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ ജനറൽ ബോഡിയിലേക്ക് പറ്റാറില്ല. ഞാൻ ആ സമയം പുറത്താണെങ്കിൽ ഞാൻ റിക്വസ്റ്റ് എഴുതി കൊടുക്കും. അപ്പോൾ ഞാൻ അതിനെ വേറൊന്നും കാണുന്നില്ല. ഞാൻ അതിനെ ബഹുമാനിക്കുന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ ഡെയിലി ആക്ടിവിറ്റിയിൽ ഞാൻ ബന്ധുതല്ല. ഞാൻ ഉണ്ടായിട്ടേ ഇല്ല. ഞാൻ സാധാരണ ഈവൻ പരിപാടികളിൽ വരെയും പങ്കെടുത്തിട്ടില്ല. ഞാൻ ആകെ ഈ വളരെ 1-2 പരിപാടിയിൽ മാത്രമാണ് അമ്മയുടെ ഷോയിൽ വരെയും പങ്കെടുത്തേക്കണേ. ഞാനെപ്പോഴും വന്നിട്ട് അതിൽ നിന്ന് മാറി എൻ്റെ ഒരു പരിപാടിയായിട്ടാണ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അമ്മയുടെ എന്നും വന്നിട്ടുള്ള ഞാൻ അതിനെ ബഹുമാനിച്ചുകൊണ്ടും അതിലൊരു ആ തുടക്കകാലത്തെ ലൈഫ് മെമ്പറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അമ്മ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ മാത്രം കണ്ട് ഞാൻ അതിനകത്ത് വിടുക. ബാധിക്കപ്പെടുന്നവനെ എല്ലാവർക്കും വന്ന് ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. അത് അവരുടെ അവകാശമാണല്ലോ. അതിനെ ഞാനതിനെ പറ്റിയിട്ട് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല ശരിക്കും. പക്ഷേ മറ്റത് ലോകത്തിൽ നടന്നതാണല്ലോ. അതിജീവിതയ്ക്ക് സംഭവിച്ചത് നമ്മുടെ മുമ്പിൽ നടന്ന ഒരു സംഭവമാണല്ലോ. മറ്റത് വന്നിട്ടുള്ളത്
അതിൻ്റെ പ്രശ്നങ്ങൾ എന്താ സംഭവിച്ചതെന്നുള്ളതിൻ്റെ അവർ തമ്മിലുള്ള തർക്കം എന്താണെന്നുള്ളതിൻ്റെ കുറേ കാര്യങ്ങൾ എനിക്കറിയില്ല. ഐ എം നോട്ട് അവെയർ ഓഫ് ഇറ്റ്. കാരണം ഞാൻ അതിൽ ബന്ധമില്ലാത്തവർ. ഞാൻ എപ്പോഴും വല്ലപ്പോഴും മാത്രം ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ഞാൻ അതേ മോഹൻലാൽ തന്നെ എൻ്റെ കൂടെ ഈ പരിപാടിയിലുള്ളത് കൊണ്ട്, ഞാൻ എൻ്റെ ഈ ഫെസ്റ്റിവലുമായിട്ട് നടക്കുന്നതുകൊണ്ടും, ഞാൻ ആവശ്യത്തിന് പോയി അമ്മയുടെ ഒരു പേര് മാത്രം വെക്കാനായിട്ട് പോയി ചോദിക്കുകയും അത് മേടിക്കുകയും അങ്ങനെ ഞാൻ നടക്കുന്ന ഒരുത്തൻ മാത്രമായതുകൊണ്ട് എനിക്കിതിൻ്റെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു പിടുത്തമില്ല, എനിക്കറിയില്ല. ഈ വിഷ്വൽ ലിറ്ററസി പൊളിറ്റിക്സുമായിട്ടും ഒക്കെ കണക്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, എന്താണ് താങ്കളുടെ രാഷ്ട്രീയം? ഞാൻ ഐ എം എ ഹ്യൂമനിസ്റ്റ്. ബേസിക്കലി ഐ എം എ വെരി ഹ്യൂമനിസ്റ്റ് ആക്ച്വലി. വന്നിട്ട് ഞാൻ എല്ലാ രാഷ്ട്രീയത്തുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും വന്നിട്ടുള്ളതിനകത്തേക്ക് ഞാൻ അടിയുറിച്ച് ആക്ച്വലി വന്നിട്ടുള്ളതിനകത്തേക്ക് ഒരു പക്ഷേ ഞാൻ എൻ്റെ ഫാമിലി കോൺഗ്രസിൻ്റെ ഇതുണ്ടായിരുന്നു. ഞാൻ ഇക്കാര്യം ഞാൻ ഇടതുപക്ഷത്തിൻ്റെ ഒരുപാട് ആൾക്കാരുമായിട്ടൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ പോലും. യഥാർത്ഥത്തിൽ ഇൻ്റർനാഷണൽ ഈ കോൺഗ്രസിനെ ആരെത്ര കുറ്റം പറഞ്ഞാലും ശരി വന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ഇത് എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് രാഹുൽ ഗാന്ധി, ആരെന്തൊക്കെ പറഞ്ഞാലും. കാരണം യഥാർത്ഥത്തിൽ he may be different, but he is not corrupt. പക്ഷെ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ ദാറ്റ്സ് ഓൾ ഡിപ്പെൻസ്. ഞാനൊരു കാര്യം വളരെ സിമ്പിൾ ഉദാഹരണം പറയാം. ഞാനൊരു കമ്പയർ ചെയ്യുകയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇറ്റ്സ് നോട്ട് ആക്ച്വലി. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാണ്. മേ ബി യു കുഡിൻ റെക്കഗ്നൈസ് ഇറ്റ്. He may not be moving like an so-called പൊളിറ്റീഷ്യനെ പോലെ അല്ലായിരിക്കാം. നമ്മളൊരു ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ ഇന്ന പോലെ ഇരിക്കണം, ഒരു പ്രൊഫസർ എന്ന് പറഞ്ഞാൽ ഇന്ന പോലെ ജീവിക്കണം എന്ന് നമ്മളുണ്ടാക്കിയിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും. അതിനുള്ളിൽ ചിലപ്പോൾ പുള്ളി വീട്ടിലായിരിക്കാം, പുള്ളി ചിലപ്പോൾ ടീഷർട്ട് ഇട്ട് കിടക്കാം, ചിലപ്പോൾ കടലിൽ എടുത്ത് ചാടാം. അവിടെ സാധാരണ അതൊന്നും പുള്ളി വേണമെന്ന് വെച്ചുണ്ടാക്കുന്നതല്ല. ഹി വാണ്ട് ടു ലീവ് എ ലീവ്. എനിക്കറിയാം അതിൻ്റെ ലൈഫ്, നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഞാനങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമുക്കൊരു ശക്തമായ പ്രതിപക്ഷമില്ല അല്ലേ? അത് ഒരു ഉത്തരവാദിത്വം ഞാൻ ചോദിക്കുന്നത്, പക്ഷെ അത് കൊണ്ടുവരാൻ രാഹുലിന് ആയിട്ടുണ്ടോ എന്നുള്ളതാണ് അവിടുത്തെ എൻ്റെ ഒരു തിരിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ ശരിക്കും വന്നിട്ട് അത് ആരുടെ ഉത്തരവാദിത്തമാണെന്നറിയാമോ? ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പ്രതിപക്ഷം ഒരു മനുഷ്യനല്ല. പ്രതിപക്ഷം എന്ന് പറയുന്നത് അത് ഒരു വിഭാഗം ആൾക്കാരാണ്. ഒരു വിഭാഗം ആൾക്കാർ ശക്തമായിട്ട് നിന്നാൽ മാത്രമാണ് അത് പ്രതിപക്ഷമായിട്ട് നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിന് വോയിസ് ഉണ്ടാവുക. ഒരാൾ കിടന്ന് ഒച്ചയെടുത്ത ശബ്ദം കേൾക്കുക 10,000 പേരുടെ പേരിൽ. അത് നമ്മുടെ കൺസെപ്റ്റിൻ്റെ റോങ് ആണ്. ഞാനത് വളരെ തെറിച്ചിട്ട് പറയുക. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് പേഴ്സൺ. പുള്ളിക്കാരനും പറയാവുന്ന മുഴുവനും പറയുന്നുണ്ട്, പുള്ളിക്കാരൻ അവിടെ പറയാനുള്ള മുഴുവനും പറയാനുള്ളതിനെ മുഴുവനും വന്നിട്ട് പറയാനുള്ളത് ചൗക്കിദാർ ചോറ് ഏതുവരെയും പറഞ്ഞ് ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞ് ആരും കേട്ടില്ല. അത് ആരുടെ തെറ്റാ? പുള്ളിക്കാരൻ പറയാനുള്ള മുഴുവൻ പറഞ്ഞിട്ടില്ലേ? അദ്ദേഹം പറയാത്ത എന്താണ്? നിങ്ങൾക്കൊന്ന് ഒരു കാര്യം തീർത്ത് അറിയാമോ? ഞാൻ അതിനകത്ത് ശക്തമായിട്ട് ഞാൻ നന്നായിട്ട് വാദിക്കാൻ നിൽക്കുന്നവരെ. എനിക്ക് ഞാൻ അതിനകത്ത് രാഷ്ട്രീയത്തിൻ്റെ ഉപരി വന്നിട്ട് ഈ ബിലീവ്സ് ഇൻ ഈവൺ പുള്ളിയെ പലപ്പോഴും പറയുന്നതിന് നമ്മുടെ ഇവിടെയുള്ള ഇപ്പോഴത്തെ തിങ്കിങ് അല്ല, കമ്മ്യൂണിസ്റ്റ് തിങ്കിങ്ങിനകത്തേക്കുള്ളൊരു സമത്വത്തിൻ്റെ ഒരു കാര്യത്തിനകത്തേക്ക് ആദ്യമേ കൊണ്ടുവന്നത് അണ്ണാദുരയും കൊണ്ടുവന്നായിരുന്നു. അതുകൊണ്ടാണ് അവിടെ അത്രയധികം CPM പൊങ്ങാതിരുന്നത്. ശരിക്കും അതേ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികൾ എല്ലാത്തിനും കൊണ്ടുവന്നു. ഈ ഗരീബി അഡാവോ എന്ന് പറയുന്നത് കൊണ്ടുവന്നത് വന്നിട്ട് ഇന്ദിരാഗാന്ധിയാണ് യഥാർത്ഥത്തിൽ. നിങ്ങളിതിൻ്റെ ഒരു എക്കണോമിക്കൽ സ്റ്റാറ്റസ് അതിന് മുമ്പുള്ളതൊന്നും നോക്കിയിട്ടില്ല ആരും ഇവിടെ വന്നിട്ട്. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ മറന്നു കഴിഞ്ഞിട്ട് നമ്മൾ പല കാരണങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ബയസ്ഡായിട്ട് നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കുന്ന ഒരവസ്ഥയിലാണ് കേരളം നിൽക്കുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് നോ യൂസ് ആക്ച്വലി സംബഡി ആർഗ്യൂ. യഥാർത്ഥത്തിൽ ഞാൻ ആരുടെയും കുറ്റമല്ല. നമുക്ക് യഥാർത്ഥത്തിൽ വന്നിട്ട് ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായാൾ രാഹുൽ. വാട്ട് യു സേ ദാറ്റ് ആക്ച്വലി അമേരിക്കൻ വേയിൽ റൈറ്റ് വിങ് അല്ല ഞാൻ പറയുന്നത്. ബട്ട്
he doesn't actually, but he ഒരു ഫ്രീ ആയിട്ട് ലീവ് ചെയ്യും. ഹീസ് എ ഹ്യൂമൻ ബീയിങ്. അപ്പോൾ ഇവിടെ പ്രതീക്ഷിക്കുന്ന പല ആൾക്കാരിലും വന്നിട്ടൊരു രാഷ്ട്രീയ ചിന്തകളുണ്ട്. അവരുടേതായ ആ രാഷ്ട്രീയ സിസ്റ്റത്തിലല്ല പുള്ളി നിൽക്കണേ. അതല്ല അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ രാഹുൽ അല്ലാതാവും, പ്രിട്ടൻഷനാവും. അവിടെയാണ് എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടം. ഇത്രയൊക്കെ പറഞ്ഞാലും പുള്ളി മാറാൻ തയ്യാറാണല്ലോ. അതാണല്ലോ അതിൻ്റെ ആവശ്യം. അല്ലെ അത് കേൾക്കേണ്ട ആവശ്യമില്ല. അതിന് ആര് വേണമെങ്കിലും കുറ്റം പറയുന്നവനെ ആദ്യം നിങ്ങൾ സ്വയം ആക്ച്വലി വന്നിട്ടുള്ളത് ആലോചിക്കുക. എന്നിട്ട് പ്രതിപക്ഷം എന്ന് പറയുന്നതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതിനകത്തൊരു കാര്യങ്ങൾ ഇല്ല എന്നല്ല പറഞ്ഞത് ഞാൻ. പക്ഷെ പ്രതിപക്ഷം സ്ട്രോങ് ആവേണ്ടത്, പ്രതിപക്ഷം എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിൻ്റെ ഒരു കാര്യമാണ്. അങ്ങനെ വന്ന് സ്ട്രോങ് ആയാൽ തന്നെത്താനെ വീക്ക് നേതാക്കൾ മാറി നല്ല നേതാക്കന്മാർ മുമ്പിലേക്ക് ആയിപ്പെടും. തന്നെത്താനെ ഫോഴ്സ്ഫുള്ളായിട്ട് വരും. അങ്ങനെ എമർജ് ചെയ്യപ്പെടും. അത് എപ്പോഴാണ് എമർജ് ചെയ്യപ്പെടുന്നത്? വെൻ ദാറ്റ് ബാക്കിൽ നിന്നുള്ള പുഷ് ഭയങ്കരമായിട്ട് വന്നാൽ തന്നെത്താനെ എമർജ് ചെയ്യപ്പെടുക എന്ന്. ഒരു മതേതരത്വത്തിനെ യഥാർത്ഥത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ബയസ്ഡ് അല്ലാതെ വരാൻ പറ്റുന്ന ഇവിടെ ഒരു ഇപ്പോൾ ലൈക്ക് മധ്യാത്മ ബുദ്ധിസം എന്നൊക്കെ പറഞ്ഞ പോലെ രണ്ടിനും നടുക്ക് നിൽക്കുന്ന ഒരു വശമാണ് ഇന്ത്യക്ക് പറ്റുള്ളൂ. ഒരു എക്സ്ട്രീം പറ്റില്ല ഇന്ത്യയിൽ. ഇന്ത്യയുടെ സാഹചര്യത്തിൽ വന്നിട്ട് ഒരു മിഡിൽ വേ ആണത് ഏറ്റവും ബെസ്റ്റ്. ദാറ്റ് ഈസ് ദ ഫോക്കസ് ആക്ച്വലി. ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയിൽ നിൽക്കുന്ന, നിൽക്കുന്ന ഒരു മതേതരത്തിൽ വിശ്വസിക്കുന്ന ഒരു സംവിധാനം, എങ്ങും എക്സ്ട്രീം അല്ലാതെ പോകുന്ന രണ്ട്. അപ്പോൾ അത് കോൺഗ്രസ്സിനേ ഉള്ളൂ ഇപ്പോൾ. അതൊരു തെറ്റോ ശരിയോ എന്നുള്ളതല്ല. ഞാൻ മനസ്സിലാക്കിയതിൻ്റെ ഒരു ധാരണയിൽ ഞാൻ മനസ്സിലാക്കിയത് അത് തന്നെയാണ്. ഉറപ്പായിട്ട് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് അത് തന്നെയാണ്.